സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി ബിജു രാധാകൃഷ്ണനും പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥരും തമ്മിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ 43 തവണ കൂടിക്കാഴ്ച നടത്തിയതായി വിവരാവകാശ രേഖ. ഇതിൽ 8 തവണ കൂടിക്കാഴ്ച നടന്നത് രാത്രികാലങ്ങളിലാണ്. അടിയന്തര സാഹചര്യങ്ങളിലല്ലാതെ തടവുകാരെ രാത്രികാലങ്ങളിൽ പുറത്തെത്തിക്കരുതെന്ന ജയിൽ ചട്ടം ലംഘിച്ചാണ് ഈ കൂടിക്കാഴ്ചകൾ. ജയിൽ നിയമങ്ങളിലെ 246 നമ്പർ പേജിൽ പറയുന്നത് ഇപ്രകാരം: രാത്രിയിൽ ഒരു തടവുകാരന് വൈദ്യസഹായം ആവശ്യമാകുമ്പോഴും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ ഒരു വാർഡോ ഒരു സെല്ലോ തുറക്കുമ്പോഴും ജയിലിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ അറിയേണ്ടതും തീപിടുത്തം, ആത്മഹത്യാ ശ്രമം എന്നീ അടിയന്തര സാഹചര്യങ്ങളിലൊഴികെ ഒരു വാർഡോ ഒരു സെല്ലോ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലല്ലാതെ തുറക്കരുതെന്നുമാണ് ചട്ടം പറയുന്നത്. എന്നാൽ 58 തട്ടിപ്പ് കേസിലെ പ്രതിയായ ബിജു രാധാകൃഷ്ണൻ രാത്രികാലങ്ങളിൽ 8 തവണയാണ് ജയിൽ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. പല സമയങ്ങളിലായി 20 തവണ ജയിൽ സൂപ്രണ്ടുമായി ബിജു രാധാകൃഷ്ണൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. 2014 മാർച്ച് മാസം 16-ാം തീയതി രാത്രി 10:20 മുതൽ 11 മണി വരെ ജയിൽ ഉദ്യോഗസ്ഥരുമായി ബിജു രാധാകൃഷ്ണൻ കൂടിക്കാഴ്ച നടത്തിയതായി ജയിൽ രേഖകൾ വ്യക്തമാക്കുന്നു. സോളാർ കമ്മീഷന് മുന്നിൽ ഹാജരാക്കുന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ മണിക്കൂറുകളോളം ബിജു രാധാകൃഷ്ണൻ ജയിൽ സൂപ്രണ്ടുമായി സംസാരിച്ചതായും ജയിൽ രേഖകളിൽ പറയുന്നുണ്ട്. അതേസമയം ബിജു രാധാകൃഷ്ണനുമായി 14 തവണ ജയിലിൽ കൂടിക്കാഴ്ച നടത്തിയ മധുരാജ് എന്ന വ്യക്തിയുടെ മേൽവിലാസം പോലും ജയിൽ അധികൃതർ വാങ്ങിയിട്ടില്ല. വെറും പേര് മാത്രം നൽകിയാണ് ഇയാൾ ബിജു രാധാകൃഷ്ണനുമായി ജയിലിൽ കൂടിക്കാഴ്ച നടത്തിയത്. 2 ദിവസങ്ങളിൽ വൈകിട്ട് 4:30 ശേഷം ബിജു രാധാകൃഷ്ണനെ സെല്ലിന് പുറത്തിറക്കിയിട്ടുണ്ടെങ്കിലും അകത്ത് കയറ്റിയ സമയവും ജയിൽ രേഖകളിൽ വ്യക്തമാക്കുന്നില്ല. മാത്രമല്ല 2 വർഷത്തിനിടയിൽ 19,000 രൂപയാണ് ബിജു രാധാകൃഷ്ണന് മണി ഓർഡറായി ജയിലിൽ ലഭിച്ചത്. 173 തവണ ജയിലിൽ തടവുകാർക്കുള്ള ഫോണിൽ നിന്ന് ബിജു രാധാകൃഷ്ണൻ സംസാരിച്ചതായും ജയിൽ രേഖകളിൽ പറയുന്നു. പൊതുപ്രവർത്തകനായ PK രാജുവിന് ലഭിച്ച വിവരാവകാശ രേഖയിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.